നമസ്കാരം. ചെറിയ കാര്യങ്ങളിലേക്ക് സ്വാഗതം. കടുത്ത വേനൽ ചൂടിൽ കേരളം വെന്തുരുകുമ്പോൾ വീടുകൾ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ചില ചെറിയ കാര്യങ്ങളാണ് ഉപകാരപ്പെടും. വീടിനുള്ളിൽ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നത് 3 തരത്തിലാണ്. പകൽ സമയത്ത് നേരിട്ട് വേനൽ വെയിൽ വീടുകൾക്കുള്ളിലടിക്കുമ്പോൾ വീടിനുള്ളിലെ വസ്തുക്കൾ ചൂട് പിടിച്ച് ഉണ്ടാകുന്ന ചൂട് അതിൽ ഒന്നാണ്. 2, വീടിന് പുറത്തെ അന്തരീക്ഷ വായു ചൂട് പിടിച്ച് വീടിനുള്ളിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂട്. 3, വീട് തന്നെ ചൂട് പിടിച്ച് ആ ചൂട് വൈകുന്നേരത്തും രാത്രിയിലുമായി വീടിന്റെ ഉള്ളിലേക്ക് വീട് തന്നെ കടത്തിവിടുന്ന ചൂട്. ഇപ്പോൾ ഇന്ത്യയിൽ ഉത്തരായനം തുടങ്ങുന്നതിനാൽ രാവിലെ 7 മണി മുതൽ വീടിന്റെ കിഴക്ക് ഭാഗത്തുള്ള വാതിലുകളും ജനലുകളും അടച്ചിടുകയും ഇരുണ്ട കർട്ടൻ ഉപയോഗിച്ച് വാതിലുകളും ജനലുകളും മൂടുകയും ചെയ്യുക. 9 മണിയോടെ വടക്ക് വശത്തെ ജനലുകളും വാതിലുകളും കൂടി അടച്ചിടുകയും കർട്ടൻ ഉപയോഗിച്ച് മൂടുകയും ചെയ്യുക. രാവിലെ 10 മണി മുതൽ വീടിന്റെ എല്ലാ ഭാഗത്തെയും ജനലുകൾ കർട്ടൻ ഉപയോഗിച്ച് മൂടിയിടാം. ചെറിയ വായുസഞ്ചാരം ഉറപ്പുവരുത്തി തെക്ക് വശത്തെ ജനൽപ്പാളിയും ഒരു 9-10 മണിയോടുകൂടി അടച്ചിടാം. 3 മണിയോടെ വീടിന്റെ പടിഞ്ഞാറ് വശത്തെ ജനലുകളും കർട്ടൻ ഉപയോഗിച്ച് മൂടുകയും ജനലുകൾ അടച്ചിടുകയും ചെയ്യണം. കിഴക്ക് വശത്തെയും തെക്ക് വശത്തെയും ജനൽപ്പാളികളിൽ ചിലത് ആവശ്യമെങ്കിൽ ഈ സമയത്ത് തുറക്കാം. കർട്ടനുകൾ തുടർന്ന് ഉപയോഗിക്കാം. വേനലിന്റെ തുടക്ക കാലത്ത്, ദക്ഷിണായന കാലത്ത്, അതായത് വിഷുവിന് മുൻപ് വടക്ക് വശത്തെ ജനലുകൾക്ക് പകരം തെക്ക് വശത്തെ ജനലുകൾ അടയ്ക്കുന്നതിനാണ് മുൻഗണന നൽകേണ്ടത്. ഇപ്രകാരം ചെയ്താൽ വീടുകൾക്കുൾവശം പകൽ സമയത്ത് ചൂട് പിടിക്കുന്നത് തടയാനും തണുത്ത അന്തരീക്ഷം ഉണ്ടാകാനും സഹായിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതുപോലെ എല്ലാ വീടുകളിലും ചെയ്യണമെന്നല്ല. ഇത് ഭാരതത്തിന്റെയും വിശിഷ്യ കേരളത്തിന്റെയും ഭൂമധ്യ രേഖയ്ക്ക് അടുത്തുള്ള സ്ഥാനം അനുസരിച്ചുള്ള നിർദ്ദേശമാണ്. എല്ലാ രാജ്യങ്ങളിലും ഇത് ഇപ്രകാരമല്ല. ചെറിയ മുറികളും ആളുകൾ കൂടുതലുള്ള വീടുകളിലും ഇപ്രകാരം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ശരിയായ വായുസഞ്ചാരമില്ലെങ്കിൽ വീടിനുള്ളിൽ ഉള്ളവർക്ക് അസ്വസ്ഥത അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വീടുകൾ പകൽ മുഴുവൻ സൂര്യതാപം ഏറ്റുവാങ്ങി ശേഖരിക്കുന്ന ചൂട് രാത്രി വീടിനുള്ളിലേക്ക് തന്നെ കടത്തിവിടുന്നത് ഒഴിവാക്കാൻ ചെയ്യേണ്ട ചെറിയ കാര്യങ്ങൾ കേൾക്കാൻ ഇതിന്റെ 2ാം ഭാഗം കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.